പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പുനർജനി എന്ന പേരിൽ ആമയിഴഞ്ചാൻ തോട് പാർവതി പുത്തനാർ മെഗാ ക്ലീനപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി വാക്കത്തോൺ ആരംഭിച്ചു. പരിപാടിയിൽ വൃക്ഷാദരം, എൻവിയോൺമെന്റ് വാക്കത്തോൺ, വിവിധ ഇടങ്ങളിൽ സ്വീകരണം എന്നിവ ഉണ്ടാകും. മനോജ് ചേരുകയാണ് തലസ്ഥാനത്ത് നിന്ന്. മനോജ്, തലസ്ഥാനത്ത് വിപുലമായ പരിപാടികളാണ് ഇന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. മനോജ്, ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? വാക്കത്തോൺ ആണ് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തം. രാഖി, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന വാക്കത്തോണാണിത്. അതായത് ഈ പുനർജനി, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാവരും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ക്ലീനപ്പ് ക്യാമ്പയിൻ, അതായത് ആമയിഴഞ്ചാൻ തോട് പാർവതി പുത്തനാർ മെഗാ ക്ലീനപ്പ് ക്യാമ്പയിനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ NCC കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ, വിവിധ മേഖലകളിലെ പ്രശസ്തരായ ആളുകൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ശ്രീ മോഹൻ കുന്നുമൽ, അദ്ദേഹമാണ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് എന്നിവർ ഉണ്ട്. എന്തായാലും ഈ ക്ലീനപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശം ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ, അത് ഈ ആമയിഴഞ്ചാൻ തോട്, അതോടൊപ്പം തന്നെ പാർവതി പുത്തനാർ എന്നിവ ശുചീകരിക്കുക, അത് എന്നും സംരക്ഷിക്കുക എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ്. ആമയിഴഞ്ചാൻ തോട് 100 വർഷത്തിലധികം പ്രായമുള്ള സർ CP രാമസ്വാമി അയ്യരുടെ കാലത്ത് ഉണ്ടാക്കിയ ശുദ്ധജല വാഹിനിയായിരുന്നു. അത് ഒബ്സർവേറ്ററിയുടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ആക്കുളം കായലിലെത്തുന്ന ശുദ്ധജലം മാത്രമുണ്ടായിരുന്ന, ആളുകൾ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന, ആളുകൾ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ശുദ്ധജല വാഹിനിയായിരുന്നു. അത് ഏറ്റവും വൃത്തികേടായി ഒരു മലിന കൂമ്പാരമായി, വിഷക്കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മളതിനെ തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ജലം ഏറ്റവും അമൂല്യമാണ്. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ 75% വെള്ളമാണ്. വെള്ളം കൊണ്ട് നിർമ്മിച്ചവരാണ് നമ്മളെല്ലാവരും. ആ വെള്ളത്തിൽ വിഷം കലർന്നാൽ നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് മരിച്ചു വീഴും. അതുകൊണ്ട് തന്നെ ആമയിഴഞ്ചാൻ തോട് നമ്മുടെ ജീവനാഡിയാണ്. അതിനെ തിരിച്ചെടുക്കുന്നതോടുകൂടി നമ്മളെ തന്നെ തിരിച്ചെടുക്കുന്നു, നമുക്ക് ജീവിക്കുവാനുള്ള അവസരമുണ്ടാകുന്നു. സുഗതകുമാരി അമ്മയെ ഓർത്തുകൊണ്ട് ആണ് നമ്മൾ ഈ പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. സുഗതകുമാരി കവിതയിൽ പാടിയതുപോലെ വിഷം താനെ ഭുജിച്ചിട്ട് നമുക്ക് പ്രാണവായു തരുന്നവനാണ് ഈ മരങ്ങൾ. ഈ മരങ്ങളെ നമ്മൾ നശിപ്പിക്കരുത്, ഈ പുഴയെ നമ്മൾ നശിപ്പിക്കരുത്, ഈ പർവ്വതങ്ങളെ നശിപ്പിക്കരുത്. അവയൊക്കെ നശിപ്പിച്ചാൽ നമ്മളില്ലാതാവാൻ നിമിഷങ്ങൾ മതി. ഇത് നിലനിൽപ്പിൻ്റെ യുദ്ധമാണ്, നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ള യുദ്ധമാണ്. ശരിയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതിൽ ആമയിഴഞ്ചാൻ തോടും അതോടൊപ്പം തന്നെ ഈ പാർവതി പുത്തനാറും, അത് എന്നും ഈ അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, നിരവധി പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറൊക്കെ ഇതിന് നേതൃത്വം നൽകേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം, അതായത് ഈ വഞ്ചിയൂരിലാണ് ഇപ്പോൾ ഈ വാക്കത്തോൺ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വൃക്ഷത്തൈകളുമായി NCC കേഡറ്റുകൾ അങ്ങനെ എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി നിരവധി പേർ ഓരോ മേഖലയിൽ നിന്നും എത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പൊതുപരിപാടി നടക്കും. അവിടേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. ഈ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇവർക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പൊതുപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഈ വാക്കത്തോൺ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന നിരവധി പേർ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് ഈ വാക്കത്തോണിൽ പങ്കെടുക്കുന്നത്. വാക്കത്തോണുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെക്കുന്ന സന്ദേശം ഇത് തന്നെയാണ്. ഈ ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും അതൊരു മെഗാ ക്ലീനപ്പ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ട്, അതെന്നും ശുദ്ധീകരിച്ചുകൊണ്ട് വളരെ ഒരു സന്ദേശം അത് തന്നെയാണ് നൽകുന്നത്. എന്തായാലും പ്രായഭേദമന്യേ നിരവധി പേർ ഇതിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഒരുപാട് പേർ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ തിരക്കേറിയ ഒരു നഗരമാണ്. ആ നഗരമധ്യത്തിലൂടെയാണ് ഇത്തരമൊരു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശവുമായി നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് വോളണ്ടിയേഴ്സ് അടക്കം പങ്കെടുക്കുന്നുണ്ട്. നിരവധി പേരുടെ പങ്കാളിത്തമൊക്കെ കാണാം. നമുക്ക് കൂടുതൽ പേരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു മനോജ്.
തീർച്ചയായും അത് തന്നെയാണ് ഈ ഒരു സന്ദേശവുമായി ഇങ്ങനെ ഒരു വാക്കത്തോൺ അതും ഈ നഗരവീതിയിലൂടെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ്. അത് തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നിലനിന്നിരുന്നു. അതിപ്പോഴും പലയിടത്തും തുടരുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുള്ളതാണ്. ഒരു സമയത്ത് ഗ്രാമാന്തരീക്ഷം നിലനിന്നിരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മുഴുവൻ. അപ്പോൾ ഈ പാൽക്കുളങ്ങര ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്നും പ്ലാവും മാവും കവുങ്ങും ഇതേപോലെ സംഗതികളെ കാണാം. ഇത് പല ഭാഗത്തും കാണാവുന്നതാണ്. അതുപോലെ ഏറ്റവും ക്ലീനായിരുന്നൊരു നഗരമായിരുന്നു തിരുവനന്തപുരം. കുറേ വർഷങ്ങളായിട്ട് ആ ക്ലീനിങ് മുഴുവൻ നഷ്ടപ്പെട്ടു, ഇൻഡസായി, വൃത്തികേടായി. ഈ അവസ്ഥയിൽ ഇതേപോലുള്ള പരിപാടികൾ ഒരു ബോധവൽക്കരണ പരിപാടി കൂടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബോധവൽക്കരണം, ജനങ്ങളെ ബോധവൽക്കരിച്ചെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കൂ. കോർപ്പറേഷൻ മേയർ ഒരു അഭിപ്രായം പറഞ്ഞു, ഈ മുഴുവൻ തോടുകളിലേക്കും ഡ്രൈനേജ് വരുന്നു. ഇവരുടെ മുഴുവൻ വീട്ടിൽ നിന്ന് ടോയ്ലറ്റിൽ നിന്നുള്ള വൃത്തികേട് മുഴുവൻ അതിലേക്ക് വരുന്നു. ഇതിനൊക്കെ പരിഹാരം കാണണ്ടേ? അപ്പം ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനമായത്. അതോടൊപ്പം തന്നെ ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പാരമ്പര്യം വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് ചെറുപ്പക്കാരുള്ള ആൾക്കാരെ, കുട്ടികളെ, മുതിർന്നവരും കുട്ടികളും എല്ലാവരും വേണം. അവരെല്ലാവരും പങ്കാളികളായിക്കൊണ്ടുള്ള ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇന്നത് ആ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതേപോലത്തെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാണ്. അങ്ങനെ ഒരു വലിയ പ്രകൃതി സ്നേഹം, സ്വന്തം മക്കളെ സ്നേഹിക്കും പോലെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഈ പരോപകാരായ ഫലന്തി വൃക്ഷ എന്നുള്ളൊരു വലിയ വാചകമുണ്ട്. അതേപോലെ പരോപകാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു സന്ദേശം കൂടിയിട്ടാണ് ഈ യാത്രയിലുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മ, അതായത് പുനർജനി എന്നുള്ള ഒരു കൂട്ടായ്മ, ഒരു സന്ദേശം അത് മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ട് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? അതാണ് അവരാഗ്രഹിക്കുന്നത്, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. കാരണം നാടിനെ രക്ഷിക്കേണ്ടത് എല്ലാവരുടെ ആവശ്യമാണല്ലോ. എല്ലാവരുടെ ആവശ്യമായതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അല്ല രാഷ്ട്രീയമല്ല, ജാതിയില്ല, മതമില്ല, അങ്ങനെ യാതൊന്നുമില്ല. എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ടുള്ള, അതുകൊണ്ടാണ് NCC, മിലിറ്ററിക്കാർ, എയർപോർട്ട് അതോറിറ്റി, ഇവരെല്ലാവരും ഇതിൽ പങ്കാളികളാണ്. നിംസ് ഹോസ്പിറ്റൽ, അതായത് എല്ലാ ഹോസ്പിറ്റൽസും, അങ്ങനെ എല്ലാ ആൾക്കാരും പങ്കാളികളായിക്കൊണ്ടുള്ള ഒരു വലിയ ബൃഹത്തായ പരിപാടിയാണ് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വിവിധ മേഖലകളിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ആശുപത്രികളുടെ ഭാഗത്തു നിന്നുണ്ട്, അതോടൊപ്പം തന്നെ എയർപോർട്ട് അധികൃതർ, അതോടൊപ്പം NCC കേഡറ്റുകൾ, NSSന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ. അങ്ങനെ ഒരുപാട് മേഖലയിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ആശുപത്രികളുടെ ഭാഗത്തു നിന്നൊക്കെ ആകുമ്പോൾ ഡോക്ടേഴ്സും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സുരേഷ് അദ്ദേഹം ഇവിടെ വാക്കത്തോണിൻ്റെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും ഒരു പരിസ്ഥിതി ദിന സന്ദേശം, ഒരു ബോധവൽക്കരണം എന്നുള്ള ഭാഗമായി വാക്കത്തോൺ നടക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും ആവശ്യമുള്ളൊരു സമയത്താണ് നമ്മൾ ഈ പരിപാടി നടക്കുന്നത്. നമുക്കറിയാം, നമ്മളെ മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, പ്രകൃതിയും നമുക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും അതുപോലത്തെ പല കാര്യങ്ങളും. അപ്പോൾ ഇവിടെ വലിയ തോതിലുള്ള ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ ഇതിലൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പരിഹാരം ഉണ്ടാകുന്നതിനുള്ള അവയർനെസ് ക്രിയേഷനുള്ള ഒരു വേദിയാണ് ഈ വാക്കത്തോൺ. ഇതിനകത്ത് എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പുനർജനി എന്ന പേരിൽ ആമയിഴഞ്ചാൻ തോട് പാർവതി പുത്തനാർ മെഗാ ക്ലീനപ്പ് ക്യാമ്പയിനാണ് ആരംഭിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി വാക്കത്തോൺ ആരംഭിച്ചു കഴിഞ്ഞു. നടന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്കറിയാം, NCC കേഡറ്റ്, ഒപ്പം തന്നെ ഡോക്ടർമാർ, അങ്ങനെ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് നിരവധി പേർ ഈ വാക്കത്തോണിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തലസ്ഥാനത്ത് നിന്ന് നൽകിയത്.